ചതുർത്ഥി. അപ്പോ ഗണപതികളിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ പോയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗായ്സ്, ഞങ്ങൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ഗണപതികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. ഇതാണ് കേട്ടോ ഗായ്സ് മെയിൻ സ്പോട്ട് ഗണപതികളുടെ. അപ്പൊ ഗായ്സ് ഇവിടെ കളർ അടിക്കാത്ത സെക്ഷനും ഇവിടെ കളർ അടിച്ച സെക്ഷനുമാണ്. ഇതിനൊക്കെ ഒരു 5-6 അടി ഉണ്ടാവും കേട്ടോ ഹൈറ്റ്. പിന്നെ ഇതിന് അതേപോലെ തന്നെ 5-6 അടി ഉണ്ടാവും. പിന്നെ ഇവിടെ അതിനേക്കാൾ ഇത്രയും കൂടി വലിയ സെക്ഷനാണ്, കാണിച്ചു തരാം. ഇവിടെ ഒരു 7-8 അടിയൊക്കെ ഉണ്ടാവും കേട്ടോ ഗായ്സ്. പിന്നെ അതിനേക്കാട്ടി ചെറിയ സെക്ഷനാണ്. പിന്നെ ഗായ്സ് അതിനേക്കാളും വലിയ സെക്ഷനാണിത്. ഇതിന് പെയിന്റ് അടിച്ചില്ല കേട്ടോ ഈ സെക്ഷനുകളൊക്കെ. ഗായ്സ് അതിനേക്കാളും വലിയ സെക്ഷനാണ് ഇത്. ഇതിലൊക്കെ ഒരു 8-10 അടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഗായ്സ് അതിനേക്കാളും വലിയ സെക്ഷൻ കാണാൻ പോണുള്ളൂ. ഞാൻ നേരെ ഞെട്ടിപ്പോയിട്ടോ ഗായ്സ് ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഗായ്സ് ഇതാണ് ഗായ്സ് അടുത്ത സെക്ഷൻ. ഇതിനൊക്കെ ഗായ്സ് 13 തൊട്ട് 15 അടി വരെ ഉണ്ടാവും. ഇതും അതേപോലെ തന്നെ വേറെ ഇതാണ്. ഇതിനും 13 തൊട്ട് 15 അടിയൊക്കെ ഉണ്ടാവും കേട്ടോ ഗായ്സ്. അതേപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ഇതേപോലെ തന്നെ ഇതിനും 13-15 അടിയൊക്കെ ഉണ്ടാവും കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇത് വേറെ ഒരു ഗണപതിയാണ്. അപ്പോൾ ഇവരൊന്നും കിരീടം വെച്ചിട്ടില്ല. എന്താ കാരണം വെച്ചാൽ കിരീടം വെച്ചാൽ ഈ ഷെഡിനുള്ളിൽ കൊള്ളില്ല കേട്ടോ. അതുകൊണ്ടാണ്. അതിൻ്റെ അനിയൻ വേറെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഗണപതി കടക്കുന്നതാണ് ഗായ്സ്. അപ്പോൾ ഇനി ഗണപതികളുടെ നിമജ്ജനം നാളെയാണ്. അപ്പോൾ ആ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ തന്നെ വെള്ളത്തിൽ 5-10 മിനിറ്റ് ഇട്ടാൽ തന്നെ അത് അരിഞ്ഞു പോയിക്കോളും. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ.